ഇങ്ങനത്തെ വെള്ളപ്പാടൊക്കെ കുഷ്ഠരോഗമാണോ? എന്നാ പിന്നെ ഒന്ന് ചോദിക്കണല്ലോ. ഡോക്ടറെ, ഇതൊക്കെ കുഷ്ഠരോഗത്തിന്റെ പാടുകളാണോ? ചിലപ്പോൾ കുഷ്ഠരോഗത്തിന്റെ പാടാകാം കേട്ടോ. കാരണം കുഷ്ഠരോഗത്തിൽ നിറം മങ്ങിയ അഥവാ ചുമന്ന പാടുകളോ തടുപ്പുകളോ ആണ് നാം സാധാരണയായി കാണുന്നത്. അപ്പൊ ഈ കുഷ്ഠരോഗമൊക്കെ ഇപ്പോഴും ഉണ്ടോ ഇവിടെ? നമുക്കിടയിൽ കുഷ്ഠരോഗി ഇപ്പോഴും ഉണ്ടോ എന്ന് പലർക്കും സംശയമുണ്ട്. ലോകത്തെമ്പാടുമുള്ള പുതിയ കണക്കുകൾ പ്രകാരം പകുതിയിലേറെ കേസുകൾ ഇന്ത്യയിലാണ്. അതിൽ തന്നെ കേരളത്തിൽ 400-ൽ പരം രോഗികൾ ഇപ്പോൾ ചികിത്സയിലുണ്ട്. ശരിക്കും അപ്പൊ ഈ കുഷ്ഠരോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഡോക്ടറെ? ഇതെങ്ങനെയാ പകരുന്നേ? മൈക്കോബാക്ടീരിയം ലെപ്രേ എന്നൊരു രോഗാണു ഉണ്ടാക്കുന്ന ഒരു ഇൻഫെക്ഷനാണ് കുഷ്ഠരോഗം അഥവാ ലെപ്രസി. ഇത് ലെപ്രസി പേഷ്യന്റിൽ നിന്ന് വായുവിലൂടെയാണ് മറ്റൊരാളിലോട്ട് പകരുന്നത്. വെള്ളപ്പാട് മാത്രമല്ല, ചിലപ്പോൾ കൈകാലുകൾക്കുള്ള ബലക്കുറവ്, വേദനയില്ലാത്ത ഉണങ്ങാത്ത മുറിവുകൾ, അംഗവൈകല്യം, അന്ധത എന്നിങ്ങനത്തെ വളരെ മോശമായ അവസ്ഥകൾ വരെ നമ്മൾ കാണാറുണ്ട്. അപ്പൊ ഇത് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുമോ? അബ്സല്യൂട്ട്ലി 100% ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ് ഇത്. MDT അഥവാ മൾട്ടി ഡ്രഗ് തെറാപ്പി എന്ന ട്രീറ്റ്മെന്റ് ആണ് ഇതിന് നമ്മൾ കൊടുക്കുന്നത്. രോഗത്തിന്റെ സിവിയറിറ്റി അനുസരിച്ച് 6 മാസം മുതൽ 12 മാസം വരെ എല്ലാ ദിവസവും കഴിക്കേണ്ട ഒരു മരുന്നാണ്. അപ്പോൾ ദീർഘകാലം കഴിക്കുന്നത് കൊണ്ട് പലരും ഇത് ചിലപ്പോൾ നിർത്താൻ സാധ്യതയുണ്ട്. ചികിത്സ തേടാത്തവരെ പോലെ തന്നെ ഇടയ്ക്ക് വെച്ച് നിർത്തുന്നതും വളരെ അപകടകരമാണ്.